നമസ്കാരം. ഇന്ന് CPMന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശത്രു എന്ന് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ ഒരു സീറ്റ് പോലുമില്ലാത്ത BJPയാണ്. പലപ്പോഴും CPMന് കോൺഗ്രസ്സുകാരുമായിട്ടുള്ള മുഖ്യ വിരോധം പോലും BJPയെ ചെറുക്കുന്നതിൽ വേണ്ടത്ര ശക്തി കാണിക്കുന്നില്ല അല്ലെങ്കിൽ ഉത്സാഹം കാണിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറച്ച് പിന്നിലോട്ടൊന്ന് സഞ്ചരിക്കേണ്ടതുണ്ട്. അതായത് ഏകദേശം 47 വർഷങ്ങൾക്ക് മുൻപ്. വർഷം 1977 അതായത് അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. അതിന് തൊട്ട് മുമ്പായിരുന്നു CPMകാരും സംഘപരിവാറുകാരുമൊക്കെ ജയിലിൽ കടന്ന് ഒരുമിച്ച് സുഖവും ദുഃഖവുമൊക്കെ പങ്കിട്ടിരുന്നത്. ആ നിലയ്ക്ക് സ്വാഭാവികമായും ഇവർ തമ്മിലൊരു തെരഞ്ഞെടുപ്പ് സഖ്യം ഉണ്ടാക്കി. അങ്ങനെ ജനസംഘം, അതായത് BJPയുടെ ആദ്യ രൂപം, അവരും CPMും ചേർന്ന് ഒരുമിച്ചായിരുന്നു പല മണ്ഡലങ്ങളിലും മത്സരിച്ചത്. ഉദാഹരണമായി കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഉദുമ നിയമസഭാ മണ്ഡലത്തിലെ കാര്യം നോക്കാം. അവിടെ KG മാരാറായിരുന്നു ഈ മുന്നണിയുടെ സ്ഥാനാർത്ഥി. അദ്ദേഹം അന്ന് ജനസംഘത്തിൻ്റെ കേരളത്തിലെ അധ്യക്ഷനാണ്. അന്ന് പാലക്കാട്ട് നിന്ന് മത്സരിച്ചത് CPMന്റെ T ശിവദാസ മേനോനാണ്. അന്ന് ശിവദാസ മേനോന്റെ പ്രചാരണം ഉദ്ഘാടനം ചെയ്തത് മറ്റാരുമായിരുന്നില്ല, LK അദ്വാനി ആയിരുന്നു. ആ പ്രസംഗം അന്ന് തർജ്ജമ ചെയ്തതോ ശ്രീ O രാജഗോപാലും. KG മാരാറുമായിട്ടുള്ള സഖ്യത്തെ പിന്നീട് CPM ന്യായീകരിച്ചത് അന്ന് KG മാരാർ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നില്ലെന്നും ജനതാ പാർട്ടിയുടേതായിരുന്നു എന്നും പറഞ്ഞാണ്. പിന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അന്ന് ഫാസിസ്റ്റ് ശ്രീ നരേന്ദ്രമോദി ആയിരുന്നില്ല, പകരം ശ്രീമതി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഫാഷിസത്തിനെതിരെ അന്നും ഇന്നും ഒരുപോലെ പോരാടുന്നു, അത്രേ ഉള്ളൂ. എക്കാലത്തും സംഘപരിവാറിൻ്റെ അടിസ്ഥാന തത്വമെന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയായിരുന്നു. 1977 മുമ്പും സവർക്കറും ഗോൾവാൾക്കറും വിചാരധാരയും ഒക്കെ ഉണ്ട്. പക്ഷേ അന്ന് അതൊന്നും CPMന് പ്രശ്നമായിരുന്നില്ല. അതിൻ്റെ പച്ചയായ കാരണം ന്യൂനപക്ഷം അന്ന് CPMനൊരു വോട്ട് ബാങ്ക് ആയിരുന്നില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും സ്ഥിരമായ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്ന അടിസ്ഥാന തത്വം പരസ്പരം പോരടിക്കുന്ന അണികളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇതിപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ കേട്ട മറ്റൊരു കാര്യം കൂടി പറയാം. അത് ബീഹാറിലെ കഗാറിയ മണ്ഡലത്തിൽ മത്സരിക്കുന്ന CPM സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ഒരു സംഭവമാണ്. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും സംശയം തോന്നാം, ബീഹാറിലൊക്കെ CPM ഉണ്ടോ, മത്സരിക്കുന്നുണ്ടോ എന്നൊക്കെ. അവിടുത്തെ നിയമസഭാ കക്ഷി നില നോക്കിയാൽ അറിയാം, CPMനും CPIക്കും ഒക്കെ അവിടെ അംഗങ്ങളുണ്ട്. ഇതൊരു ദേശീയ പാർട്ടിയാണെന്നുള്ള കാര്യം ആരും മറക്കരുത്. അപ്പോൾ കഗാരിയയിലേക്ക് തിരിച്ചു വന്നാൽ അവിടെ CPMന് വേണ്ടി മത്സരിക്കുന്നത് സഖാവ് സഞ്ജയ് കുമാറാണ്. സഞ്ജയ് കുമാറിൻ്റെ ഇലക്ഷൻ പോസ്റ്ററാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു കാവി ഹാരമൊക്കെ അണിഞ്ഞ് ഒരു സൈഡിൽ നിൽപ്പുണ്ട്. മറ്റേ അറ്റത്ത് ഹനുമാനും ഗദയുമൊക്കെയുള്ള പടവും വെച്ചിട്ടുണ്ട്. ഈ പടം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ്. ഈ പടം ഒറിജിനലാണോ ഫേക്കാണോ എന്നെനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ കാണിക്കാത്തത്. ഇനി ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ബീഹാറിലേക്ക് വണ്ടി കയറാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ള പ്രേക്ഷകർക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചിഹ്നം ഗദയാണോ എന്ന് ട്രോളുന്നവരും സോഷ്യൽ മീഡിയയിൽ ധാരാളമുണ്ട്. എന്തായാലും ഈ പാർട്ടിയെക്കുറിച്ച് ആർക്കും ഒരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.